ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് എന്താ പറയുക, കൺവീനിയൻ്റ് ആകണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് എത്ര മനുഷ്യരാണ് നമ്മിലൊന്നുകൊണ്ട് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, അല്ലെ? പലവിധ അസുഖങ്ങൾ ബാധിച്ച ആളുകൾ, പലവിധ പ്രയാസങ്ങൾ ഒക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ അവരനുഭവിക്കുന്നുണ്ടല്ലേ. അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം നമ്മളെന്ത് ചെയ്തു? വളരെ അനുഗ്രഹപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമാണ് നമുക്കിപ്പോൾ നൽകിയിട്ടുള്ളത്. അതിനൊക്കെ നമ്മൾ എത്ര ദൈവത്തോടല്ലേ നന്ദി പറഞ്ഞാലും, അള്ളാഹുവിനോട് തന്നെ നന്ദി പറഞ്ഞാലും എത്ര നമുക്ക് മതി വരില്ല എന്നുള്ളതല്ല, അത് എത്ര പറഞ്ഞാലും ആ ഒരു നന്ദിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു നന്ദി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? തിരിച്ച് ഒരിക്കലും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു നന്ദി നമുക്ക് തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയില്ല. അത്ര ബ്ലെസ്ഡാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഒരു ചെറിയ സമയമെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, അതിൻ്റെ കാര്യം, അല്ലേ? ഓക്കെ. അപ്പം ഞാനിപ്പോൾ DWMK എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഞാൻ കണ്ടു. ഈ എന്താണ് സ്കെൽറ്റ് എന്തോ പറഞ്ഞിട്ടുള്ളൊരു രക്തത്തിൽ നമുക്ക് ആളുകൾക്ക് ഡോണർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി അങ്ങനെയും ഉണ്ട്, അല്ലേ? അപ്പോൾ അത് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണ്ടതാണ്. അതിങ്ങനെ അതിലിങ്ങനെ പിന്നെ നമ്മൾ ആ കിറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കിറ്റ് ഇങ്ങനെ വരും. അപ്പോൾ വായിലൊക്കെ ഇങ്ങനെ വരുത്തിയിട്ട് അതിലിങ്ങനെ വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിങ്ങനെ സാമ്പിളായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ലോകത്ത് ആർക്കെങ്കിലും അങ്ങനത്തെ രോഗം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ സാമ്പിളുമായിട്ട് യോജിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോണർ ആവാനായിട്ടൊക്കെ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള സംഭവ വികാസങ്ങളും നമുക്കിതിലൂടെ കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ എന്തിരുന്നാലും വേണ്ടിയില്ല, ഞാനിങ്ങനെ വാക്കുകൾ തികയ്ക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല, മറിച്ച് നിങ്ങളൊക്കെ ഒരു സോഷ്യൽ വർക്കേഴ്സ്, സമൂഹത്തിന് ഉപകാരമുള്ള, സമൂഹത്തിലെ മനുഷ്യർ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്, അല്ലേ? നമ്മൾ റെസ്പോൺസിബിൾ നമുക്കുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ ചെയ്തു കൊടുക്കൽ നമ്മളെ മേലൊരു ബാധ്യതയാണല്ലേ, പാവപ്പെട്ടവരായ ജനങ്ങൾക്ക്, അരക്ഷിതരായിട്ടുള്ള അവർക്ക് അരക്ഷിതത്വം മാത്രമല്ല, നിരക്ഷരാക്കി കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ തന്നെ കഴിവ് കുറഞ്ഞ ആളുകൾക്ക് കഴിവ് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡുള്ള ആളുകൾക്ക് എക്കണോമിക്കലി നമുക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, അങ്ങനെ സമൂഹത്തിൽ വളരെയധികം പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം. ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, പക്ഷേ സമൂഹത്തിൽ ഉപകാരങ്ങൾ ചെയ്യാനായി താല്പര്യപ്പെടുന്നു. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, അല്ലേ? പാവപ്പെട്ടവരായ ആളുകൾക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ